ഹലോ ഗായ്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് സ്റ്റിക്കർ ഷേപ്പ് സ്കോറിംഗ് ആണ്. അതെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കിയാലോ. ഓക്കെ, നമുക്ക് നമ്മുടെ ഫയൽ ഇതാണ് വന്നേക്കാം. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, നമ്മളെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇതിന് ശേഷം നമുക്കിതിൻ്റെ സൈസ് ഒന്ന് നോക്കാം. ഓക്കെ, ഇത് നമുക്ക് പേപ്പർ സൈസ് 12.5 18.5 ആക്കാം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തൊട്ട് അത് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, നമുക്കിത് ഇതിൻ്റെ ഒരു കോപ്പി എടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്കിത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് മാക്രോ ചെയ്യാം, റൺ മാക്രോ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റിക്കർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു എക്സ്ട്രാ പേജ് ആഡ് ചെയ്യാം. ഒരു പേജ് പ്ലസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് സ്കോറിങ് ഡൈ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളതിന് ഇതൊക്കെ കളയാം. അതിന് ശേഷം നമുക്ക് ഔട്ടർ ലൈൻ മാത്രം മതി. അപ്പോൾ നമുക്കൊന്ന് നൺ ചെയ്യാം. ബാക്കിയൊക്കെ ഹെയർ ലൈൻ സെലക്ട് ചെയ്യാം. അതിന് ശേഷം നമുക്കിതും മാക്രോ ചെയ്യാം. ഇപ്പോൾ രണ്ടും ഒരേപോലെ മാക്രോ ചെയ്യുമ്പോഴത്തേന് നമുക്ക് കറക്റ്റ് കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ 5 കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഓക്കെ, നമ്മൾ സെലക്ട് ചെയ്തൊന്ന് ഗ്രൂപ്പ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ കട്ടിങ് മാർക്ക് വരാൻ വേണ്ടി ഇത് പ്രസ് ചെയ്യാം. സ്പേസ് 2 കൊടുത്തതിന് ശേഷം ഇതാക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്കോറിങ് ഡൈ ലൈൻ. ഇത് നമ്മുടെ വർക്ക്. ഓക്കെ, നമുക്കിത് നേരെ കോപ്പി പേസ്റ്റ് ഇപ്പുറത്ത് ചെയ്തിടാം. എന്നിട്ട് നമ്മൾ ബ്ലീഡ് ഫുൾ ബ്ലാക്ക് ചെയ്തിടാം. അത് കട്ട് ചെയ്യുമ്പോഴത്തേന് നമുക്ക് വൈറ്റ് പാട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ സ്കോറിങ് ഡൈ ലൈൻ നമുക്ക് സെപ്പറേറ്റ് സേവ് ചെയ്യണം. ഇതിങ്ങനെയാണ് സേവ് ചെയ്യുന്നത്. ആ നീഡിലിൻ്റെ പ്രസ് ചെയ്തിട്ട് സേവ് ടു ഫയലിൽ വെച്ച് നമുക്ക് സേവ് ചെയ്യാം. നമ്മളിത് സ്കോർ ചെയ്യാൻ കൊടുക്കുമ്പോഴത്തേനും നമ്മൾ ഡൈ വേറെയും നമ്മളെ സ്റ്റിക്കർ സെപ്പറേറ്റ് ആണ് കൊടുക്കുക. ഡൈ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പെൻഡ്രൈവിൽ കോപ്പി ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. ഓക്കെ, ഇത് നമ്മൾ പ്രിൻ്റ് വിടാനും എടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് വീഡിയോ വന്നേക്കുന്നത്. എല്ലാവരും സ്റ്റിക്കർ സ്കോറിങ് ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.